ലതീഷ്, അഭിനന്ദനങ്ങൾ. താങ്കൾ തുടർച്ചയായി ഭാഗ്യം വിൽക്കുന്ന ഒരു ലോട്ടറി ഏജന്റ് ആണെന്ന് ഇതാ ഇപ്പോൾ നമ്മളോട് ഭഗവതി ലക്കി സെന്ററിൽ നിന്ന് പറയുകയായിരുന്നു. നേരത്തെ ഒരു കോടി, ഇപ്പോ ഇതാ അല്ലാതെ എടുക്കുന്നയാളുടെ ഭാഗ്യം താങ്കളുടെ ഭാഗ്യം കൂടെ ചേരുമ്പോഴേ ഒരു ബമ്പറൊക്കെ കിട്ടൂ. ലതീഷ്, ഒറ്റ കാര്യം, ഇത് ആരാണ് വാങ്ങിയെന്ന് താങ്കൾക്ക് അറിയാമോ? എന്തെങ്കിലും വിവരമുണ്ടോ? ടിക്കറ്റ് ഇവിടെ 11 മണിക്ക് കംപ്ലീറ്റ് ക്ലോസ് ആയി. 11 മണിക്ക് ടിക്കറ്റ് കംപ്ലീറ്റ് തീർന്നു. അല്ല, ഇത് എപ്പോ വിറ്റതാണ് എന്നൊന്നും അറിയില്ല അല്ലേ? അറിയില്ല. 11 മണിക്ക് കംപ്ലീറ്റ് ടിക്കറ്റ് തീർന്നു ഇവിടെ. അല്ല, ഈ ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റേ അത് കുറച്ചു ദിവസം മുമ്പ് വാങ്ങിപ്പോയതായിരിക്കാം അല്ലേ? അതെ, 800 ടിക്കറ്റ് ഞാൻ ഭഗവതിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഏത് ടിക്കറ്റാണ് ഏത് നമ്പറാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരിക്കും. പറഞ്ഞാൽ എന്നോട് ഭഗവതിന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാനിവിടെ വണ്ടടിച്ചിരിക്കണേ. അതെ. അല്ലെ, അതിലൊരു ലതീഷ്, അതിലൊരു കൗതുകം അത്രേ ഉള്ളൂ. അപ്പോ താങ്കൾ നെട്ടൂരാണോ, എറണാകുളത്ത് നെട്ടൂരാണോ ഈ ലോട്ടറി വിൽക്കുന്നത്? കട നെട്ടൂരാണ്. എന്റെ വീട് കുമ്പളമാണ്. നെട്ടൂർ ജംഗ്ഷനിലാണോ? നെട്ടൂർ INTUC ജംഗ്ഷനിലാണ് ലതീഷ് കട നടത്തുന്നത് അല്ലെ? അപ്പൊ അവിടെ നിന്ന് വാങ്ങിയ ഏതോ ഒരു ഭാഗ്യവാന്റെ പക്കൽ ആ ടിക്കറ്റ് ഉണ്ട്. അദ്ദേഹം അത് അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ലതീഷിന്റെ ആ ഏജൻസിയിൽ നിന്ന് വാങ്ങിയവര് എല്ലാവരും ടിക്കറ്റ് എടുത്ത് നോക്കണം. ലതീഷ്, 2 മാസം മുമ്പ് ഒരു ടിക്കറ്റിന് 1 കോടി അടിച്ചു അല്ലേ? അതെ, 2 മാസം മുമ്പ് ഭഗവതിന്ന് തന്നെ എടുത്ത ടിക്കറ്റിന് അടിച്ചത്. ആണല്ലേ? ഭഗവതിന്ന് എടുത്ത ടിക്കറ്റ് തന്നെ അടിച്ചത്. ഇത്തവണ 800 ടിക്കറ്റ് എടുത്ത് 800 വിറ്റുപോയി. 1 കൊല്ലമായിട്ടുള്ളത്. ഒരു വർഷമായി അല്ലേ? 1 വർഷമായിട്ടുള്ളത്. ഇത്തവണ വാങ്ങിയ 800 ടിക്കറ്റും വിറ്റുപോയി. 11 മണിക്ക് ടിക്കറ്റ് ക്ലോസ് ആയി ഇവിടെ. അന്നാ 1 കോടി അടിച്ചത് ഏത് നറുക്കെടുപ്പായിരുന്നു അത്? അത് ഓർക്കുന്നില്ല. 3-ാം തീയതി ആയിരുന്നു. ഒരു മാസം 3-ാം തീയതി ആയിരുന്നു. 4 മാസം മുമ്പ് 3-ാം തീയതി ആയിരുന്നു. 3-ാം തീയതിയിൽ നറുക്കെടുപ്പിൽ അടിച്ചത്. ലതീഷ്, ഇപ്പൊ അതിനിടയിൽ ചെറിയ ചെറിയ സമ്മാനങ്ങൾ വേറെ അടിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇപ്പൊ 1 കോടിയും ഈ 25 കോടിയും അല്ലാതെ അല്ലേ? വേറെ 5000 താഴെ അടിച്ചിട്ടുണ്ട് സാറേ. ഉണ്ടല്ലേ? ലതീഷ്, ഒരു വർഷത്തിനിടയിൽ കുറെ ആളുകളെ ലക്ഷാധിപതികളും കോടിപതികളും ഒക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാത്രമല്ല, എടുക്കുന്നവരുടെ കൂടി ഭാഗ്യമാണ്. പിന്നെ നമ്മുടെ ഭഗവാൻ ലക്ഷ്മി നാരായണൻ, പുള്ളിയുടെ ഭാഗ്യമാണ് ഇതെല്ലാം. പുള്ളിയുടെ കഴിവാണ്. അല്ല, അത് ഭാഗ്യമാണ്. ഇതിൽ ഭാഗ്യം എന്ന് പറയുന്നതാണ്, അതിൽ തർക്കമില്ല ലതീഷ്. അത് ഭാഗ്യം തന്നെയാണ്. പക്ഷേ താങ്കൾ ഭാഗ്യം വിൽക്കുന്നയാളാണ്, ചെറിയ കാര്യമല്ല. 24 നിങ്ങളുടെ ടിവിയും കൊണ്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അതെ, അപ്പൊ നമുക്ക് അവരോട് സംസാരിക്കാം. അത് ലൈവിൽ അങ്ങ് കൊടുക്കാം നമുക്ക് ഇപ്പൊ തന്നെ. ലതീഷ് ഫോണിൽ തുടർന്നു, വന്നിട്ട് നേരെ നമ്മുടെ ആളുകളോട് അങ്ങ് സംസാരിച്ചോ. ഏതായാലും ലതീഷ്, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. താങ്കൾ തുടർച്ചയായി ഭാഗ്യം വിൽക്കുന്നയാളാണ്. നെട്ടൂരിൽ നിന്ന് ലതീഷിന്റെ ഏജൻസിയിൽ നിന്ന് ഇതാ ടിക്കറ്റ് വാങ്ങിയ ആളുകൾ ഉണ്ടെങ്കിൽ അവര് ലതീഷ് അവിടെ സുസ്മേര വദനനായി നിൽക്കുന്നുണ്ട്. വിഷ്ണു അവിടെ ഉണ്ട്. വിഷ്ണു അല്ലെ, ലതീഷിനോട് ചോദിക്കാം. ലതീഷ് നമ്മളോട് സംസാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങിയ ഭാഗ്യവാന്മാര് ശ്രദ്ധയ്ക്ക്. വിഷ്ണു ചോദിച്ചോ, ലതീഷുമായിട്ട് സംസാരിച്ചോ. ലതീഷിനെ കാണിക്കാം നമുക്ക്. കേൾക്കുന്നുണ്ട്. നേരെ ലതീഷിലേക്ക്. ഹലോ. കേൾക്കുന്നുണ്ട് വിഷ്ണു, കേൾക്കുന്നുണ്ട്. വിഷ്ണു നേരെ ലതീഷിനോട് ചോദിച്ചു. നിലവിൽ ഈ ലോട്ടറി, അതായത് ഈ വർഷത്തെ ഭാഗ്യക്കുറി വിജയം നേടിയിരിക്കുന്നത് അത് നെട്ടൂരുള്ള ലോട്ടറി ഏജന്റ് ലിജീഷ് വിറ്റ ലോട്ടറിക്കാണ്. ലിജീഷാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ലിജീഷ് നമുക്കൊപ്പം ചേരുകയാണ്. ഇത് ആർക്കായിരുന്നു കൊടുത്ത്? ചേട്ടൻ വിറ്റ ലോട്ടറി ആർക്കാണെന്ന് അറിയില്ല. 800 ടിക്കറ്റോളം ഞാൻ ഭഗവതിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 11 മണിക്ക് ഇവിടെ ടിക്കറ്റ് കംപ്ലീറ്റ് തീർന്ന്. ആരാണ് എടുത്തേക്കണെന്ന് ഒരു പിടിപാടുമില്ല. ഞാൻ തന്നെ വണ്ടടിച്ചിരിക്കണേ. അടിച്ചേക്കണ നമ്പർ പോലും എനിക്കറിയില്ല. വിളിച്ചു പറഞ്ഞുള്ള അറിവുള്ളാണ്ട് ഒന്നും എനിക്കറിയില്ല. ഇത്തവണ കുറെ ടിക്കറ്റ് പോയിരുന്നു ഇവിടെ ഞാൻ 10,000 ചില്ലാൻ ടിക്കറ്റ് ഞാൻ വിറ്റു ഇവിടെ. ഏത് ദിവസമാണ്? എന്തെങ്കിലും ഒരു സൂചന? ഒരു പിടിപാടുമില്ല. വളരെ മെമ്മറി ലോസ് ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഓർമ്മയിൽ നിൽക്കണില്ല. 11 മണിയായപ്പോ എന്റെ ടിക്കറ്റ് എല്ലാം തീർന്നു. ടിക്കറ്റ് ചേട്ടൻ തന്നെ എടുത്താണ്? അവിടെ ഭഗവതിന്ന് ഞാൻ തന്നെ എടുത്താണ്. കുറെ നാളായി തുടങ്ങിയതാണോ ടിക്കറ്റ് കടയുടെ ഭാഗത്ത്? ഞാനിവിടെ തുടങ്ങിയിട്ട് ഇതിപ്പോ എന്റെ 2ാമത്തെയാണ്. ഇതിനു മുമ്പ് 3 മാസം മുമ്പ് 1 കോടി ഇവിടെ അടിച്ചിട്ടുണ്ട്. 1 കോടി അടിച്ചിട്ടുണ്ട്. ഞാൻ ഭഗവതിന്ന് 800 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എറണാകുളം ലോട്ടറി ഓഫീസിൽ നിന്ന് 10-30 ബുക്ക് എടുത്തിട്ടുണ്ട്. ദേശത്തുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കാൻ സാധ്യത കൂടുതലാണല്ലേ പുറത്തുനിന്ന്? ഇവിടെയുള്ള ആൾക്കാരുടെ കഴിവുകൊണ്ടാണ് നമ്മുടെ ഈ കട ഇങ്ങനെ നിന്നു പോണത്. അവരാണ് നമ്മളെ നിലനിർത്തുന്നത്. ഒരു ഓർമ്മയില്ല ചേട്ടാ. കരച്ചിൽ വന്ന അവസ്ഥയിലേക്ക് കടയാൻ. അതെ. അതും ഭഗവതിന്ന് തന്നെ എടുത്തത്. ഭഗവതിന്ന് ഞാൻ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയ പിറ്റേ ദിവസമാണ് എനിക്ക് അടിച്ചത്. ഇത്തവണ കൊടുത്തിട്ടുണ്ട് ഏറെക്കുറെ. ബമ്പർ 1000 ടിക്കറ്റിന് മേലെ ഞാനിവിടെ വിറ്റിട്ടുണ്ട്. ഇവിടെ വിറ്റിട്ടുണ്ട്. 1000 ടിക്കറ്റ് എടുത്തുള്ളത്. 80 ബുക്ക്
ഭഗവതിയിൽ നിന്ന് 80 ബുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ എറണാകുളത്ത് നിന്ന് 10-30 ബുക്ക് എടുത്തിട്ടുണ്ട്. എറണാകുളം ഓഫീസിൽ നിന്ന് കൂടുതൽ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ആൾക്കാർ തന്നെ കംപ്ലീറ്റ് ആണ്. ഇവിടെ നാട്ടിൽ നമ്മുടെ കടയിൽ തന്നെ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാം. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അടിച്ചാൽ ഞാൻ അത്രയും സന്തോഷമാണ്. ഭാഗ്യശാലി നെട്ടൂരുകാരനാണ് സാധ്യത കൂടുതൽ. നെട്ടൂരാണ്, ഉറപ്പായിട്ടും ആയിരിക്കണം ആകട്ടെ. നെട്ടൂരാണ് നമ്മുടെ ഭാഗ്യം നിൽക്കുന്നത്. അതുകൊണ്ട് നെട്ടൂരുകാർക്ക് കിട്ടണമെന്നാണ് എന്റെ പ്രാർത്ഥന. അതിന്റെ ആളിപ്പോഴും ഒളിവിലാണ്. വന്നിട്ടില്ല ആളിതുവരെ കിട്ടിയിട്ടില്ല. അത് ഒരാളെ പറഞ്ഞു, പക്ഷെ പുള്ളിക്കല്ലെന്നാ പറഞ്ഞ. പുള്ളിക്ക് ഇതുവരെ അടിച്ചിട്ടില്ല. പുള്ളിയുടെ പേരല്ല ഇവിടെ പറയണം. ആളിപ്പോഴും ഒളിവിലാണ്. കാത്തിരിപ്പാ. ആർക്ക് കിട്ടിയാലും സന്തോഷമുള്ളൂ. നെട്ടൂരുകാരനായിരിക്കും ഉറപ്പാണ് അല്ലെ. എല്ലാം വിറ്റിരുന്നു. 11 മണിക്ക് വിറ്റിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.